പത്തനാപുരം ജനവാസ മേഖലയിൽ വീണ്ടും വന്യമൃഗ ആക്രമണം. നാട്ടിൽ ഇറങ്ങിയത് പുലിയാണോ കടുവയാണോ എന്ന സംശയത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അതേസമയം കടുവയെ നേരിൽ കണ്ടുവെന്ന് നാട്ടുകാർ. പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ചെമ്പ്രാമൺ തോങ്കോട് വീട്ടിൽ സുഭദ്രയുടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെ ആക്രമിച്ചത് പുലിയാണെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം തിങ്കൾ രാത്രിയിലാണ് സംഭവം. ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ പുലി പോത്തിനെ ആക്രമിക്കുന്നത് നേരിൽ കണ്ടു. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് പോത്തിന്റെ കഴുത്തിലെ കടി വിട്ട് പുലി ഓടിമറിഞ്ഞതായി വീട്ടുകാർ പറയുന്നു. ഞങ്ങള് ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ട് ഇവന്റെ കരച്ചിൽ കേട്ടോണ്ട് ഓടി ഇറങ്ങി വന്നു നോക്കിയപ്പോൾ ഇതിനെ കടിച്ചു പിടിച്ച് വെച്ചോണ്ടിരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ 2 വയ്യാത്തവരാ, പിന്നെ RCCയിലെ ചികിത്സയിലിരിക്കുന്നവരുവാ. അപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങൾ ആകുന്നത് ചെയ്തു. അങ്ങനെ ആ ഓടിപ്പോയത്. രാത്രി ഇവിടെ കെട്ടിയില്ല. രാത്രി ഞങ്ങൾ അവിടെ കിടക്കുന്നിടത്താണ് കെട്ടിയത്. ഞങ്ങൾക്ക് പേടിയാണ്. കൊണ്ടോടാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. പക്ഷെ ഫോറസ്റ്റുകാർ വന്നവരില്ല, നമ്മളോട് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തതും അവരെല്ലാം കണ്ടു കേട്ട് അവരാ ഡോക്ടറെ വരുത്തിയതും മരുന്ന് വെച്ചതും പിന്നെ എല്ലാം ചെയ്തു തന്ന് ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാനുള്ള നമ്പരും അവർ തന്നിട്ടുണ്ട്. പുന്നല കുറുന്തമൺ സുരേഷിന്റെ പകൽ മേയാൻ വിട്ട പശുക്കളിൽ ഒന്നിനെ കടുവ ആക്രമിച്ചു. പശുവിന്റെ അലർച്ച കേട്ട് ഓടിയെത്തിയ സുരേഷും സുഹൃത്തും കടുവ പശുവിനെ ആക്രമിക്കുന്നത് അടുത്ത് കണ്ടു. ഇവരെ കണ്ടിട്ടും കടുവ പതുക്കെ നടന്നാണ് പോയത്. സമീപത്തായി തമ്പടിച്ചിരുന്ന കടുവയെ വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചർമാരും കണ്ടു. കാൽപ്പാടുകളും ദൃശ്യമാണ്. പ്രായാധിക്യത്തിലോ മറ്റു രോഗം മൂലമോ ക്ഷീണിതനായ കടുവയാണെന്ന് കണ്ടവർ പറയുന്നു. ഇരയെ ഓടിച്ചിട്ട് പിടിക്കുവാൻ കഴിയാത്തവണ്ണം കടുവ ക്ഷീണിതനാണെന്നും അതിനാലാണ് ജനവാസ മേഖലയിൽ എത്തി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഞാനും വേറൊരാളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തോ അവശതയുണ്ട് അതിന്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ആക്രമിക്കത്തില്ലേ നമ്മളെ. അങ്ങനെ ബഹളം വെച്ച് ചെറിയ നടന്ന കല്ലിക്ക് വാച്ചർമാർ 4 പേരുണ്ടായിരുന്നു. അവർ കണ്ട് ഇത് ഓടി നടന്നു പോകുന്നത്. അവരെ വന്ന് രണ്ടാമത് എന്നെ കിടന്നെടുത്ത് വന്ന് ഇളക്കി വിട്ടത്. 2 ദിവസം മുമ്പ് കടംശ്ശേരി ഉമ്മന്നൂരിൽ മേയാൻ വിട്ട പശുവിനെ ആക്രമിച്ച് പൂർണ്ണമായി ഭക്ഷിച്ചിരുന്നു. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും ഭക്ഷിക്കുന്നതും കടുവ ആണെന്ന് നാട്ടുകാർ പറയുമ്പോഴും വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളിൽ വിവിധ ജനവാസ മേഖലയിൽ പുലിയെ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും കണ്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വളർത്തുനായയും മറ്റും പുലി പിടിക്കുന്നതും കാട്ടുപന്നിയെ ആക്രമിക്കുന്നതും നേരിൽ കണ്ടവരുണ്ട്. ഇതൊക്കെ പുലിയല്ല, കാട്ടുപൂച്ചയോ കുറുനരിയോ ആണെന്ന് വനം വകുപ്പ് അധികൃതർ പറയുന്നു. വനം മേഖലയിൽ നിന്ന് തീറ്റയും വെള്ളവും തേടി വന്യജീവികൾ ജനവാസ മേഖലയിൽ എത്തുന്നത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ബുദ്ധിമുട്ടാക്കിയിരിക്കുകയാണ്. വന്യമൃഗശല്യത്താൽ സ്കൂൾ കോളേജിൽ പോകുന്ന കുട്ടികൾക്കും വെളുപ്പിന് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്കും മറ്റും ഏറെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇവിടെ കടശ്ശേരി കറൂർ മേഖലകളിൽ നിരന്തരമായി ഇപ്പോൾ കടുവയുടെ ശല്യമാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കർഷകന്റെ പശുവിനെ പിടിച്ചു തിന്നുകയും ഇപ്പോൾ ഇന്നലെ തന്നെ 2 സംഭവങ്ങളാണ്. ഒരു തോങ്കോട് ഒരു ഭാഗത്ത് പോത്തിനെയും പിടിച്ചു, ഈ കറൂർ കുറുന്തോൺ ഭാഗത്ത് പശുവിനെയും പിടിച്ചു. അപ്പം നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ്. കടുവയാണ് ഇറങ്ങി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെ സ്കൂൾ കുട്ടികൾക്കും മറ്റ് താമസക്കാർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിനെ വേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ട് ഈ ജനങ്ങളുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണണം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളെ സംഘടിപ്പിച്ച് വനം വകുപ്പിന്റെ പത്തനാപുരം പുന്നല റേഞ്ച് ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു.